വരുമാന വർധനവ് കൂട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഒന്നാമത്തെ വിഷയം ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ വെൽഫെയർ സ്കീമാക്കി മാറ്റി ട്രാൻസ്പോർട്ടിന് സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുകയാണ്. 3500ഓളം വരുന്ന ഓർഡിനറി ബസ്സിലാണെങ്കിൽ പോലും ഒരു വർഷം 860 കോടി രൂപയുടെ അധിക ബാധ്യത, ശരാശരി അധിക ബാധ്യത ഗവൺമെൻറ്റിന് വരും. പക്ഷെ ഇപ്പോൾ അറിയില്ല എത്ര വരുമെന്ന്, കാരണം എത്ര സ്ത്രീകൾ യാത്ര ചെയ്യും എത്ര എന്നറിയില്ല. എന്തായാലും സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കും, അത് സീറോ ആയിരിക്കും, അതിനകത്ത് ഗണിച്ചിരിക്കുന്ന പൈസ കാശ് മേടിക്കത്തില്ല. അപ്പോൾ പക്ഷേ കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. കണക്ക് കൂട്ടിയെടുത്ത് കഴിഞ്ഞ് പ്രിയദർശിനി വാഹനങ്ങളിലായിരിക്കും കയറാൻ പറ്റുക. എന്തായാലും വലിയൊരു വിപ്ലവമാണ്, ഒരു സ്ത്രീ ശാക്തീകരണ വിപ്ലവം വലുതാണ് നടക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ടാക്സ് പിരിച്ചെടുക്കാനുള്ള ശക്തമായ നിലപാടിനാണ് ഇപ്പോൾ ഗവൺമെൻറ് നിൽക്കുന്നത്. ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള നിലപാട് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ടാക്സ് കൃത്യമായി പിരിക്കണം. പക്ഷേ ടാക്സ് കൃത്യമായി പിരിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഗുഡ് ഗവേണൻസ് കൊടുക്കുകയും സദ്ഭരണം കൊടുക്കുകയും അവർക്കൊരു വിശ്വാസ്യത കൊടുക്കുകയും അതുപോലെ തന്നെ ടാക്സ് ഓൺ ടൈം തീർക്കാനുള്ള അവസരമൊക്കെ കൊടുക്കണം ആളുകൾക്ക്. ഒരുപാട് ടാക്സ് പെൻഡിങ് ഉള്ള ഒരുപാട് ഇൻകം ടാക്സ് കൃത്യമായിട്ട് പിരിക്കുന്നുണ്ടാവും. ബിൽഡിംഗ് ടാക്സ്, ലാൻഡിൻ്റെ ടാക്സ്, അതുപോലെ തന്നെ മറ്റ് ഷോപ്പുകളുടെയൊക്കെ ടാക്സ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് 600 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റിക്ക് പിരിച്ചെടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾക്ക് പണം കിട്ടാനുണ്ട്. ഈ പണമൊക്കെ പിരിച്ചെടുക്കാനുള്ള ഒരു ഡ്രൈവ് ഗവൺമെൻറ് നടത്തിയാൽ വളരെ നന്നായിരിക്കും. വാട്ടർ അതോറിറ്റിയിലൊക്കെ നിരവധി സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഒക്കെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും രാഷ്ട്രീയ ബലം കൊണ്ടും ഉദ്യോഗസ്ഥ ബലം കൊണ്ടുമൊക്കെ പൈസ അടയ്ക്കാതിരിക്കുന്നുണ്ട്. ഇതെല്ലാം പിടിച്ചെടുക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ഓപ്പറേഷൻ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമാനം കൂട്ടിക്കൊണ്ട് ഒരിക്കൽ വി.ഡി. സതീശൻ മന്ത്രി പറയുകയായിരുന്നു, പൂമ്പാറ്റ തേനെടുക്കുന്നത് പോലെ തേനെടുത്താൽ അത് പൂവിന് വേദനിക്കുകയില്ല, പൂവിന് സന്തോഷം വരികയാണ്. അമ്മയുടെ പാൽ കുഞ്ഞ് കുടിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമാണ് വരുന്നത്, ഒരിക്കലും വേദനയല്ല വരുന്നത്. പാലെടുത്തുകൊണ്ട് പോകും കുഞ്ഞ്, പക്ഷേ അമ്മയ്ക്കതിൽ സന്തോഷമാണ് വരുന്നത് എന്ന് പറയുന്ന പോലെ കുഞ്ഞമ്മയിൽ നിന്ന് പാലെടുക്കുന്ന പോലെ, പൂമ്പാറ്റ പൂക്കളിൽ നിന്ന് തേനെടുക്കുന്ന പോലെ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച് ചാർജുകളൊക്കെ കൂട്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കി പണം പിരിക്കാതെ ടാക്സ് തിരിച്ചു പിടിക്കാനുള്ള, പരമാവധി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള എക്കണോമിക് ആക്ടിവിറ്റികൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിലുള്ള പണം മൊബിലൈസ് ചെയ്യാനുള്ള, അത് സമൂഹത്തിൽ വലിയ തോതിൽ സമൂഹത്തിൽ വരാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും പണം കൊടുക്കാൻ ജനം തയ്യാറാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നല്ല സർവീസ് കൊടുത്താൽ നമുക്ക് കാശുള്ളവരിൽ നിന്ന് കാശ് മേടിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ്. നമുക്ക് നല്ല വാഷ്റൂം ആണെങ്കിൽ 5 രൂപ എന്നുള്ളത് 10 രൂപ കൊടുക്കാനും ആളുകൾ തയ്യാറാണ്. പക്ഷെ അത്രയും ഹൈജീനിക് ആയിട്ടുള്ള മനോഹരമായ വാഷ്റൂം ആയിരിക്കണം. നമ്മളിപ്പോൾ ചൈനയുടെയൊക്കെ വാഷ്റൂം കാണുമ്പോൾ AC ആണ്, വളരെ ഹൈജീനാണ്. അത്രയും ഹൈജീനായിട്ടുള്ള, അത് AI അടിസ്ഥാനത്തിൽ മോണിറ്റർ ചെയ്തിരിക്കുന്ന വളരെ വലിയ ഹൈജീനിക് ആയിട്ടുള്ള ഒരു പൂന്തോട്ടത്തിൽ പോകുന്ന സന്തോഷത്തിലാണ് ആളുകൾ വാഷ്റൂമിൽ പോകുന്നത്. അത് ഫാമിലി വാഷ്റൂം സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ ജെൻസിന് വേറെ, പിന്നെ ഗേൾസിന് വേറെ, അല്ലെങ്കിൽ വിമണ് വേറെ. വളരെ മനോഹരമാണത്. അപ്പോൾ അതൊക്കെ ഒരുപാട് സ്ഥലത്ത് വച്ചിട്ടുമുണ്ട്. ആളുകൾ അതിലൊക്കെ പണം കൊടുക്കും. അതുപോലെ കഫറ്റേറിയകൾ, പിന്നെ മൊബൈൽ ഫോണിൻ്റെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ബസ്സിൻ്റെ ചാർജ്. ബസ് ചാർജ് കൃത്യമായി ഏകീകരിക്കേണ്ട സമയം കഴിഞ്ഞു. 81 രൂപ. എന്ത് 81 രൂപ? ഒന്നുള്ളത് 80 ആക്കണം, അല്ലെങ്കിൽ 90 ആക്കണം. 88 രൂപ, 97 രൂപ, ഇങ്ങനെയൊക്കെ ഉള്ള ബസ് ചാർജ് ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. പൈസ കൊടുക്കാനും ബുദ്ധിമുട്ട്, ചില്ലറയ്ക്കും ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത, എന്നാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലുള്ള ടാക്സ് കൂട്ടിയാൽ ജനങ്ങൾക്ക് സന്തോഷമായിരിക്കും. 5 രൂപയാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ചിലടത്ത് 2 രൂപയേ ഉള്ളൂ, ചിലടത്ത് 5 രൂപയേ ഉള്ളൂ ഒരു ടോക്കൺ. അത് 10 രൂപയാക്കിയാൽ, സാധാരണ പ്രൈവറ്റിൽ പോയാൽ 500 രൂപ വരെ കൊടുക്കണം ഒരു ആളിന് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ. ഇത് 10 രൂപയാക്കിയാൽ ഒരാളും സങ്കടപ്പെടാൻ പോകുന്നില്ല. ആശുപത്രിയിൽ സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുമെങ്കിൽ ആ 10 രൂപ കൊടുത്ത് വരാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുകയുള്ളൂ. അപ്പോൾ സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം. സൗകര്യങ്ങൾ കൂട്ടുമ്പോൾ ആളുകൾ അട്രാക്റ്റീവായി വരും. ഞാൻ ദുരനുഭവങ്ങൾ തന്നെ കുറേ ഉണ്ട് നമുക്ക്, എന്നാലും പക്ഷേ ഞാനിപ്പോൾ ദുരനുഭവങ്ങൾ പറയുന്നില്ല. പക്ഷേ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കുകയും അതിനൊരു ചെറിയ ഫീസ് ഈടാക്കുകയും ചെയ്താൽ അതൊക്കെ ജനങ്ങൾ തരാൻ തയ്യാറാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സർവീസ് കിട്ടുമെങ്കിൽ അവർ പണം മുടക്കാൻ തയ്യാറാണ്. ആ തരത്തിലുള്ള ഇൻകം ജനറേറ്റീവായിട്ടുള്ള ടിപ്സുകൾ ഒരുപാട് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.